തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലുണ്ടായ കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശികളായ കൃഷ്ണപ്രസാദ്, ശ്രീജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പേയാട് സ്വദേശി രാജ്മോഹനാണ് കൊല്ലപ്പെട്ടത്. ആർ അനന്തകൃഷ്ണൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ ഈ പിടിയിലായവരിൽ നിന്നും എന്താണ് പോലീസിന് ലഭിക്കുന്നത്? ഇവരുടെ പശ്ചാത്തലം എന്താണ്? പ്രജീഷ്, തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിൽ വെച്ച് സുഹൃത്തിനെ അടിച്ചു കൊന്ന കേസിലാണ് ഇപ്പോൾ 2 പേർ പിടിയിലായത്. തമ്പാനൂർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇടപ്പഴിഞ്ഞ് സ്വദേശികളായ കൃഷ്ണപ്രസാദ്, ശ്രീജിത്ത് എന്നിവരാണ് തമ്പാനൂർ പോലീസിന്റെ പിടിയിലായത്. ഇപ്പോൾ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പേയാട് സ്വദേശി രാജ്മോഹനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ഈ രാജ്മോഹനെ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ലോഡ്ജിലെ ജീവനക്കാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയത്. തുടർന്നാണ് ഈ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികളിൽ ഒരാളായ ശ്രീജിത്ത് ഈ ലോഡ്ജിൽ സ്ഥിരം താമസിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം ശ്രീജിത്തും കൃഷ്ണപ്രസാദും ചേർന്ന് മുറിയെടുത്ത ശേഷം രാജ്മോഹൻ അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ഇവർ മദ്യപിച്ചതിന് ശേഷമാണ് പരസ്പരം തർക്കമുണ്ടായത്. ഇവർ നേരത്തെ പണമിടപാടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക തർക്കം രൂക്ഷമായപ്പോൾ ശ്രീജിത്തും കൃഷ്ണപ്രസാദും ചേർന്ന് രാജ്മോഹനെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ 2 പേരും ആ ലോഡ്ജിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു. ഈ രാജ്മോഹനും ശ്രീജിത്തും നേരത്തെ ചില കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ളവരാണ്. ഈ 2 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധന നടക്കുകയാണ്. അല്പസമയത്തിനകം ഇവരെ കോടതിയിൽ ഹാജരാക്കും. പ്രതീക്ഷ. ശരി, അനന്തനാണ് വിവരം നൽകിയത്. തിരുവനന്തപുരം ലോഡ്ജിലെ കൊലപാതകത്തിൽ 2 പേർ പിടിയിലായി.